ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ബ്ലോക്ക് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് 1, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1, യൂണിറ്റ് 4. ഹലോ ഫ്രണ്ട്സ്, MEG 14 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് ബ്ലോക്ക് 1 യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1, യൂണിറ്റ് 4 ആണ്. ഇനി ഈ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഇത്രയും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ ഇതിലാകെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ എ നോവൽ ഓർ പോയം in your own mother tongue which has an existing English translation. Pick out sample passages from the original and compare them with the corresponding English translation. Mark out differences, inconsistencies, if any, as shown above in the illustrations, and write a detailed note describing your findings. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓൺ മദർ ടങ്ങിൽ, നമ്മളുടെ മലയാളം ഭാഷയിൽ തന്നെ നമുക്ക് അറിയാം ചില വർക്കുകളൊക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ കണ്ടുപിടിച്ച് ആ വർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കും ഒറിജിനലി ഉള്ള ആ ടെക്സ്റ്റും മലയാളം ടെക്സ്റ്റും ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഐ ഹാവ് ചോസൺ ദ മലയാളം നോവൽ എൻ്റെ കഥ, മൈ സ്റ്റോറി by Lalitambika Andarjanam, translated into English as My Story by K. Narayanan Chandran. The novel is a semi-autobiographical account of the author's life as a Nambudiri woman in Kerala, India. The original Malayalam text and the English translation both convey the author's struggles with the patriarchal society and her quest for education, self-respect and individuality. However, upon comparing the sample passages, I noticed some differences and inconsistencies. One such passage is the description of the protagonist's childhood memories of her grandmother's stories. The English translation reads, I too began to be drawn to the stories my grandmother told ever since I was a little girl. Andarjanam translation Chandran 12. But the original text is far different from it. The differences lies in the translation of the phrase പേടിച്ചു തുടങ്ങിയിരുന്നു, തോന്നലുകളുണ്ടായി, which literally means I started to feel a sense of longing or yearning rather than simply being drawn to. The English translation loses the nuances of the original text, which conveys the protagonist's deep emotional connection to her grandmother's stories. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള എൻ്റെ കഥ എന്ന ഒരു നോവലാണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോവല് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളതാണ്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കെ നാരായണൻ ചന്ദ്രനാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മലയാളം വേർഷൻ അതും ഇംഗ്ലീഷ് വേർഷൻ അതേപടി അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ ഇംഗ്ലീഷിലുള്ള ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അവിടെ ട്രാൻസ്ലേഷൻ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. മീൻസ് കുറച്ച് വേർഡ്സുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം മലയാളത്തിൽ ആ വായിക്കുന്ന ആ സെൻറ്റൻസുകൾക്ക് ഉള്ള മീനിങ്സ് അവിടെ കിട്ടുന്നില്ല. അത് ഗ്രാൻഡ് മദറിൻ്റെ ആ സ്റ്റോറീസ്, ആ ഒരു പണ്ടത്തെ സ്റ്റോറികളും അതിൻ്റെ ഒത്തിരി ധാരാളം മെമ്മറീസും അതിൽ കുറേ അധികം ഫീലിങ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണത്. അത് ആ ഒറിജിനൽ ലാംഗ്വേജിൽ വായിച്ചാൽ മാത്രമേ അതിൻ്റെ കണ്ടൻറ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാകും എന്ന് മാത്രം.
Another passage that caught my attention is a description of the protagonist's struggle with the Nambudiri's family patriarchal norms. In the Malayalam original, the text reads, ഒരു സ്ത്രീയുടെ ജീവിതമല്ലോ ഒരു വീടിനകത്ത് എനിക്ക് ഞാനും എന്ന് തോന്നുന്ന ഒരു സ്ത്രീയുടെ വിഷാദം. അന്തർജനം 45. The English translation reads, not just a woman's life, but a whole translation of womanhood seemed to be at stake. I felt a sense of despair as a woman about the very notion of womanhood. Andarjanam translation Chandran 38. Here, the English translation seems to be amplify the original text, using more dramatic language to convey the protagonist's emotions, while the translation conveys the overall sense of frustration and despair. It loses some of the subtlety and nuances of the original text. These differences and inconsistencies highlight the challenge of translation, particularly when dealing with cultural and linguistic nuances. The translator's goal is to convey the author's intended meaning while making the text accessible to readers in a different language. However, as these examples show, some nuances and subtleties can get lost in translation. ഇവിടെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറച്ചധികം വേർഡ്സുകൾ സെൻറ്റൻസസുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻസ് ഒറിജിനൽ ടെക്സ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇമോഷൻസ് റീഡേഴ്സിനും ഓഡിയൻസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ആ മീനിങ് അവിടെ ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലോട്ട് ഓഡിയൻസിനെ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. Despite these differences, the English translation of എൻ്റെ കഥ is a valuable contribution to Malayalam literature in translation. It provides readers with a glimpse into the life and experiences of a woman from a traditional Kerala family, struggling to assert her individuality and self-respect in a patriarchal society. The translation makes the author's work accessible to a wider audience, allowing readers to appreciate the cultural and historical context of the novel. In conclusion, comparing the original Malayalam text with the English translation of എൻ്റെ കഥ reveals both the challenges and opportunities of translation, while some nuances and subtleties may be lost. The translation can also provide new insights and perspectives on the original text. By acknowledging and understanding these differences, readers can appreciate the complexities of translation and the importance of cultural context in literary വർക്ക്സ്. കുറച്ച് ഡിഫറൻസസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു എൻ്റെ കഥ എന്ന ഒരു നോവൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇതുപോലെ കുറച്ചൊക്കെ നമുക്ക് ഡിഫറൻസസുകൾ കാണാൻ സാധിച്ചെങ്കിലും ഈ ഒരു നോവൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്, ഒത്തിരി പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ടാണ് അത്രയ്ക്കധികം പോപ്പുലാരിറ്റി ലഭിച്ചത് എന്നൊരു കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ആ ഒരു കൾച്ചറിനെ കുറിച്ചിട്ട്, അന്ന് കേരളത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ടും കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല പുറമേ ഉള്ളവർക്കും മനസ്സിലാകാനായിട്ട് സാധിച്ചത് ഈ ഒരു ട്രാൻസ്ലേഷൻ വർക്കിൽ കൂടെ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു വർക്കിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചിരുന്നു ട്രാൻസ്ലേഷന് ശേഷം. ഓക്കെ, കാരണം ഒത്തിരി പെർസ്പെക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഇമാജിനറി അനുസരിച്ച് അവർക്ക് അവരുടേതായ ഇൻസൈറ്റ്സുകൾ, അവരുടെ പെർസ്പെക്റ്റീവ്സിൽ അവർക്ക് ആ ഒറിജിനൽ ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ കൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വർക്കിന് കിട്ടിയ ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും, ഒരു അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ധാരാളം റീഡേഴ്സിനെ നമുക്ക് കിട്ടിയതും ഈ ട്രാൻസ്ലേഷൻ വർക്കിൽ കൂടെ തന്നെയാണ്.
മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. സെലക്ട് ഷോർട്ട് സ്റ്റോറീസ്, പാസേജസ് ഫ്രം നോവൽസ്, പോയട്രി ഓർ ഡ്രാമ ദാറ്റ് അപ്പീൽ ടു യു ആൻഡ് ട്രാൻസ്ലേറ്റ് ദം ഇൻ ടു ഇംഗ്ലീഷ് യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്റ്റോറീസ്, പാസേജസ് ഇതൊക്കെ നമുക്ക് നോവലുകളിൽ നിന്ന്, പോയട്രിയിൽ നിന്ന്, ഡ്രാമയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ആ ലൈക്ക്, കമൻറ്റൊക്കെ ഒന്ന് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. അതെനിക്കൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സോ അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സോ ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനവും നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ഓൺലി ആണ് കേട്ടോ. I have chosen a short story by Malayalam author Vaikam Muhammad Bashir titled Madilugal, The Walls. The story revolves around a prisoner who is locked up in a cell and longs for freedom. Here's my translation of a passage from the story. Original Malayalam text. ഭിത്തിയിൽ ഒരു ചെറിയ വിള്ളൽ കണ്ടു. ഞാൻ ആ വിള്ളലേക്ക് നോക്കി. ഞാൻ എന്താ ഇവിടെ കുടുങ്ങിയത്? എന്തിനാണ് ഞാനിവിടെ വന്നത്? എനിക്ക് ഉത്തരം കിട്ടിയാൽ ഞാൻ പോകാം. ഞാൻ പോകണം. എനിക്ക് പോകണം. എനിക്ക് പോകണം. എനിക്ക് പോകണം. ഞാൻ പോകണം. ഞാൻ പോകണം. ഞാൻ പോകണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ അല്ലെങ്കിൽ വാൾസ് എന്നാണ് അതിൽ ഇംഗ്ലീഷിൽ. ആ ഒരു സ്റ്റോറിയാണ് നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് ഡിസ്കഷനിൽ. ഇവിടെ ഇപ്പം ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരിക്കലും ആ മലയാളം മീൻസ് മംഗ്ലീഷിൽ എഴുതാം, പക്ഷെ മലയാളം ലാംഗ്വേജ് ഇപ്പം ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കറിയില്ല അതെങ്ങനെ ഇനി പറഞ്ഞു തരണമെന്ന്. മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വായിക്കാൻ എളുപ്പത്തിന്, എനിക്ക് പോലും വായിക്കാനൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ എനിക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്കും കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പോൾ അത് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇത് എക്സാമിന് ഇങ്ങനെ എഴുതരുത് കേട്ടോ. നിങ്ങൾ ആ മംഗ്ലീഷ് എഴുതിക്കോ, ആ മലയാളം മാത്രമായിട്ടുള്ള മലയാളം ലാംഗ്വേജിലത്തെ എഴുതരുത്. ഓക്കെ. In translating this passage, I try to preserve the simplicity and directness of Bashir's writing style. The use of short sentences and repetitive phrases conveys the prisoner's sense of desperation and longing for freedom. The crack in the wall becomes a symbol of hope, and the prisoner's gaze is fixed on it as he contemplates escape. The translation process involves careful consideration of the nuances of the Malayalam language and the cultural context in which the story was written. Bashir's writing is known for its subtlety and depth, and I aimed to capture the essence of his style in the translation. One of the challenges of translating this passage was conveying the sense of urgency and desperation that pervades the original text. The repetition of phrases like പോകനേയം ആൻഡ് പോകണം എന്ന് പറയണില്ലേ, അതാണ് കേട്ടോ അത്. പോകണം, എനിക്ക് പോകണം creates a sense of rhythm and emphasizes a prisoner's longing for freedom. I try to capture this rhythm and emphasis in the translation by using repetition and simple direct language. ഈ ഒരു ബഷീറിൻ്റെ റൈറ്റിങ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സിംപ്ലിസിറ്റി. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ടാകുന്ന ആ ഒരു സിമ്പിൾ ലാംഗ്വേജുകളുണ്ടല്ലോ, സിമ്പിൾ റൈറ്റിംഗ് സ്റ്റൈല്, അതൊരിക്കലും മാറാതെ ഇരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുപോലെ അതിലുള്ള ചെറിയ ചെറിയ സെൻറ്റൻസസുകൾ റിപ്പീറ്റായിട്ട് പ്രിസണർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഏറ്റവും വിഷമത്തിലിരിക്കുന്ന ഒരു പ്രിസണറിൻ്റെ അനുഭവമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ വാക്കുകൾ.
ആ പ്രിസണർ എന്താണ് കാണുന്നത്? ഒരു ക്രാക്ക്, ഭിത്തിയിലൊരു ക്രാക്ക് കാണുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഒരു ഹോപ്പ്, നമുക്ക് എന്താ പറയുക, അതിനപ്പുറം എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നി. മീൻസ് ഈ ഭിത്തിക്ക് അപ്പുറം ഒരു വെളിച്ചമുണ്ട് എന്നൊരു ഹോപ്പ് ഉണ്ടല്ലോ, അതാണത്. അപ്പോൾ അതാണ് ഇവിടെ ആ പ്രിസണറിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ആ ഒരു ചിന്ത. ഈ ഒരു ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ നമുക്ക് വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോരാ, ആ കൾച്ചറിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, ഇത് ഏത് കാലഘട്ടത്തിലാണ്. അതുപോലെ ഏറ്റവും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ബഷീറിൻ്റെ റൈറ്റിങ്സ് എപ്പോഴും ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ആ ഒരു കാര്യമായിരിക്കണം ഞാൻ കൂടുതലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഭിത്തി കൂടെ നോക്കി കാണുന്ന ആ പ്രിസണർ, കുറച്ച് ഹോപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. അതുപോലെ ഒരു ഫ്രീഡമാണ് അവിടെ ഹോപ്പായിട്ട് കാണുന്നത്. ഓവറോൾ ട്രാൻസ്ലേറ്റിംഗ് മതിലുകൾ വാസ് എ rewarding experience that allowed me to engage deeply with Bashir's writing and the cultural context of the story. The process of translation requires a deep understanding of the original text and the ability to convey its nuances and complexities in a new language. As a translator, I aimed to be faithful to the original text while also making it accessible to readers who may not be familiar with the cultural and linguistic context of the story. The translation process involves a delicate balance between fidelity to the original and the need to communicate effectively with the target audience. In conclusion, translating Madhulugal was a challenging yet rewarding experience that allowed me to explore the complexities of language and culture. The translation process requires a deep understanding of the original text and the ability to convey its nuances and complexities in a new language. By translating this passage, I hope to have conveyed the essence of Bashir's writing and the prisoner's longing for freedom, making it accessible to readers who may not be familiar with the original text. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആരായിട്ട് ഇപ്പോൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനാണ് ഈ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ ഒരു മട്ടിലായിരിക്കണം നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ മതിലുകൾ എന്ന് പറയുന്ന വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ അത്രയ്ക്കും എന്താ പറയുക, ഒരു കോംപ്ലക്സിറ്റീസ് നമുക്ക് അത്രയും കീനായിരിക്കണം, നമുക്ക് അത്രയും ഓരോ സിമ്പിളായിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, അത് അതേപടി തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ വേണം ഈ ഒരു ട്രാൻസ്ലേഷൻ നടത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ മനസ്സിലായില്ലേ ഇതിനെ കുറിച്ചിട്ട്? അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ബ്ലോക്ക് 1 നമ്മൾ തീർന്നിരിക്കുകയാണ്. ബ്ലോക്ക് 2 ഞാൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ച് തീർക്കണം. ഓക്കെ അല്ലേ? സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.